Welcome to Semester 2 Complementary Electronics, class number 39, Universal Stabilization Circuit. And this is for BSc Main Physics students, Complementary Electronics, Semester 2, Universal Stabilization Circuit. And this is from Chapter 19, Transistor Characteristics and Approximations. So what is Universal Stabilization Circuit? It has different names. Universal stabilized circuit, voltage divider bias or potential divider bias or self bias or emitter bias or universal bias circuit. Different names. In any name, the question can be asked. And this you distinguish between feedback bias circuit or fixed bias circuit. The first one is base bias with base bias with emitter feedback. The second one is base bias with the collector emitter feedback, and the third is voltage divider bias circuit, voltage divider bias circuit, and this has different names. It is also known as emitter bias. In one examination, the question was you discuss emitter bias. So you remember emitter bias is actually this universal stabilization circuit or voltage divider bias. And here is the circuit diagram. സർക്യൂട്ട് ഡയഗ്രം ശരിക്കും വരയ്ക്കണം. അവരുടെ ട്രാൻസിസ്റ്റർ നമ്മളൊരു സി കോൺഫിഗറേഷൻ വരച്ചിരിക്കുകയാണ്. താഴെ RE ഉണ്ട്, മുകളിൽ RC ഉണ്ട്, ലെഫ്റ്റിൽ R1 R2 ഉണ്ട്. R1 കറണ്ട് I1, R2 കറണ്ട് I2, അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. സപ്ലൈ സോഴ്സ് VCC, RC കറണ്ട് IC, RL കറണ്ട് I, VCE ആ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എമിറ്റർ ടെർമിനൽ എടുക്കും. അപ്പോൾ ഓർക്കുക, നമ്മൾ ഈ യൂണിവേഴ്സൽ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ആദ്യം പഠിച്ച ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിങ്, ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയസിങ് പഠിക്കുകയാണെങ്കിൽ ആ R1 അവിടെ അഴിച്ചു മാറ്റണം. R1 അല്ല, R2 അഴിച്ചു മാറ്റണം. R2 അഴിച്ചു മാറ്റിയിട്ട് R1 RB എന്ന് പേര് കൊടുത്താൽ ഒന്നാമത്തെ സർക്യൂട്ട് കിട്ടും, ഫസ്റ്റ് സർക്യൂട്ട്. രണ്ടാമത്തത് ബേസ് ബയസ് വിത്ത് കളക്ടർ എമിറ്റർ ഫീഡ്ബാക്ക് സർക്യൂട്ട് വരയ്ക്കണമെങ്കിൽ ആ R1 അഴിച്ചെടുത്തിട്ട് ആ കളക്ടറിൻ്റെ RCക്ക് താഴെ കളക്ടറിന് ജസ്റ്റ് മുകളിൽ കൊടുക്കണം, R1 അഴിച്ചെടുത്തിട്ട്. പിന്നെ ഇത് മൂന്നാമത്തത് യൂണിവേഴ്സൽ ബയസ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഒറ്റ സർക്യൂട്ടാണ് എല്ലായിടത്തും, അതായത് ആംപ്ലിഫയർ എല്ലാം ഉപയോഗിക്കുന്ന ഒറ്റ സർക്യൂട്ടാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഫസ്റ്റ് ബയസ് സർക്യൂട്ട് കിട്ടണമെങ്കിൽ R2 നീക്കം ചെയ്താൽ മതി, എന്നിട്ട് R1 RB എന്ന് വിളിച്ചാൽ മതി. സെക്കൻഡ് സർക്യൂട്ട് കിട്ടണമെങ്കിൽ R2 വേണ്ട, R1 അഴിച്ച് നമ്മൾ കളക്ടറിൻ്റെ താഴെ, ആ കളക്ടർ റെസിസ്റ്റൻസിന് താഴെ കളക്ടറിൻ്റെ ആ ടെർമിനൽ കണക്ട് ചെയ്താൽ മതി. അപ്പം മറ്റ് രണ്ട് കേസിൽ R2 ഇല്ല. R1 പൊസിഷൻ മാറും. R1 മുകളിലാണെങ്കിൽ ഒന്നാമത്തെ ബയസ്, R1 കളക്ടറിലാണെങ്കിൽ അപ്പം അതിനെ RB എന്ന് വിളിച്ചുകൊള്ളാം, രണ്ടാമത്തെ ബയസ്. ദിസ് ഈസ് ദ popular type of biasing. It provides good stabilization to the transistor circuit. In this circuit, R1 and R2 are resistors. R2 are connected across supply voltage VCC. It gives the required biasing. The emitter resistance RE provides necessary stabilization. By analyzing the circuit, the Q point can be determined. സർക്യൂട്ട് അനലൈസ് ചെയ്തിട്ട് Q point കണ്ടുപിടിക്കാം. എല്ലാ ബയസിലും ഈ സർക്യൂട്ട് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്യൂട്ട് അനാലിസിസ് ഫോർ സർക്യൂട്ട് ACEG, അത് കളക്ടർ സർക്യൂട്ട് എന്ന് പറയും. അപ്ലൈ KVL, ക്രിച്ചസ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്യുക. VCC = ICRL + VCE + IERA. And you know I is nearly IC, and we have to find VCE. VCE = VCC minus ICRC minus IERA. IV write as IC and IC we take as common factor. So VCE = VCC minus IC into RC plus RA. Question number 1, that is very important.
To find IC, take the circuit ABG, base circuit എടുക്കാനാണ്, ബേസ് സർക്യൂട്ട് ലെഫ്റ്റ് സൈഡ് എടുക്കാനാണ്. അറ്റ് ബി അപ്ലൈ KCL, ജംഗ്ഷൻ ബിയിൽ ക്രിച്ചപ്സ് കറണ്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ കറണ്ട് I1 വന്നിട്ട് I വന്നിട്ട് കറണ്ട് I1 രണ്ടായിട്ട് പിരിഞ്ഞിട്ട് I2 ആയിട്ട് പോവുകയാണ്. I2 ഈസ് വെരി ഫീബിൾ, therefore I1 ഈസ് നിയർലി ഈക്വൽ ടു I2. IB ഈസ് നെഗ്ലിജിബിൾ. അഗൈൻ ഫോർ ABG, അതേ സർക്യൂട്ടിന് നമ്മൾ പറയും VC is equal I1 R1 plus I2 R2. I1 is nearly I2, therefore we write VC is equal to I1 R1 plus I1 R2. VC is equal to I1 into R1 plus R2. I1 is VCC by R1 plus R2, that is I2. I1 is I2, that is therefore I2 is VCC by R1 plus R2. For circuit that is circuit EGB, എമിറ്റർ സർക്യൂട്ട് തന്നെ. എമിറ്റർ സർക്യൂട്ടിൽ I2 R2, ആ വോൾട്ടേജ് I2 R2 വോൾട്ടേജ് കൊടുത്തില്ല, V2 എന്ന് പറയും. VB plus IRA, that is I2 R2 is VB plus ICRA, since I is IC, that is ICRC is equal to I2 R2 minus VBE. Putting for I2 value കൊടുക്കുക, that is ICR is equal to VCC by R1 plus R2 into R2 minus VBE. Therefore IC equal to VCC into R2 by R1 plus R2 minus VBE all by RA, or into 1 by RA, all by RA. That is equation for IC. That you have to by heart. If you by heart this equation, then you can do problem very easily without doing all these calculations. അപ്പോൾ ഈ ഫോർമുല ഒന്ന് കാണാതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ ഇതെല്ലാം ഡെറൈവ് ചെയ്യേണ്ടി വരും. ഈ ICയുടെ ഫോർമുല, അതുപോലെ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 VCയുടെ ഫോർമുലയൊക്കെ അറിയുകയാണെങ്കിൽ പ്രോബ്ലമൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. IC, this is the value of IC. Here is VC equation. Then this value can be put in equation number 1 and VC can be calculated. Thus the operating point Q is equal to VC, ICQ. ICQ is determined. It is the stability factor on that. Stability factor. The stability factor for potential divider circuit is given by S is RE plus R1 R2 by R1 plus R2 whole by RE plus 1 by beta plus 1 R1 R2 by R1 plus R2. അതാണ് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇവിടുത്തെ ഇക്വേഷൻ. ദി സ്റ്റെബിലിറ്റി ഫാക്ടർ ഫോർ ദിസ് സർക്യൂട്ട് ഈസ് ഷോൺ എബവ്. If RB is large, it is found that there is good stabilization. RE കൂടുതലാണെങ്കിൽ നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ടാകും. അഡ്വാൻറ്റേജസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ്. ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അഡ്വാൻറ്റേജസ് നമ്പർ 1, there is good stabilization. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറാതിരിക്കുക, അതാണ്. There is good stabilization. Here is this biasing is accepted as universal method of biasing. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ മെത്തേഡ് ഓഫ് ബയസിംഗ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. The circuit provides a stable position for the operating point. ഓപ്പറേറ്റിംഗ് പോയിന്റിന് ഒരു സ്റ്റേബിൾ പൊസിഷൻ ഇത് കൊടുക്കും. ഡിസഡ്വാൻറ്റേജസ് മേജർ. What are the disadvantages? More resistors are used. ഇവിടെ R1 R2 RA RC അങ്ങനെ കൂടുതൽ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു പോരായ്മയാണ്. അപ്പോൾ ഇത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻ്റ്. യൂണിവേഴ്സൽ സ്റ്റെബിലൈസേഷൻ സർക്യൂട്ട് ഇത് നമ്മൾ ക്ലാസ് നമ്പർ 47 വീണ്ടും ഡിസ്കസ് ചെയ്യല്ല, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെയാണ് പഠിക്കുന്നതെന്ന്. എന്നിട്ട് അവിടെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മൾ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ,
essay type question. Describe the voltage divider method of transistor biasing transistor. Explain how operating point is achieved by this method. അപ്പോൾ മോളിൽ കാണുന്നതെല്ലാം എഴുതിയാൽ മതി. അതിൻ്റെ ആ സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടി ഒന്ന് പറയണം. ഇനി അടുത്തൊരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഗീവ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. That is all with your 39th class. We continue our topic. Thank you very much.